പാർത്ത പാളയൂർ പള്ളിയിലെ കരോൾ ഒരു SIക്ക് എന്തുമാകാം. അതായത് ഒരു കേന്ദ്രമന്ത്രി പോലും വിളിച്ചാൽ ഫോണിൽ സംസാരിക്കേണ്ട ആവശ്യകതയൊന്നും എനിക്കില്ല. എൻ്റെ രാജാവെന്ന് പറയുന്നത് പിണറായിയാണ്. പിണറായി പറയുന്നത് മാത്രം ഞാൻ അനുസരിച്ചാൽ മതി എന്ന് വിചാരിച്ചിരുന്ന SIക്ക് നല്ല ഒന്നാം തരം പണിയാണ് കിട്ടിയിരിക്കുന്നത്. കേന്ദ്രമന്ത്രി ആരാണ്, പ്രത്യേകിച്ച് സുരേഷ് ഗോപി ആരാണ് കരോൾ മുടക്കാൻ നീയല്ല അതിൻ്റെ അപ്പൂപ്പൻ വിചാരിച്ചാലും സമ്മതിക്കില്ല എന്ന് സുരേഷ് ഗോപി കൃത്യമായി പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിരിക്കുകയാണ്. എന്താണ് സുരേഷ് ഗോപിയുടെ പുതിയ വരവ്? ധന്യ, SI ചെയ്തത് തോന്നിവാസമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഒരു കേന്ദ്രമന്ത്രിയായിരിക്കുന്ന സുരേഷ് ഗോപിയോട് തൻ്റെ പദവിയെ ബഹുമാനിക്കാതെ, അദ്ദേഹത്തിൻ്റെ പദവിയെ ബഹുമാനിക്കാതെ SI എന്തും ചെയ്യാമെന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് കീഴിലാണ് താൻ ഉള്ളതെന്നും അതുകൊണ്ട് തന്നെ തനിക്ക് എന്തും ആവാമെന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. പക്ഷേ ആ ഒരു നിലപാട് സ്വീകരിച്ചപ്പോൾ അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കേണ്ടതായിരുന്നു. എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഇവന്മാരും ഉണ്ടാവില്ല എന്നുള്ള കാര്യം. കാരണം നിർബന്ധപൂർവ്വം സർക്കാരിന് അദ്ദേഹത്തിനെതിരായിക്കൊണ്ട് നടപടി എടുക്കേണ്ട ഗതികേടിലേക്ക് സർക്കാർ പോകുന്നു എന്നുള്ളതാണ്. കാരണം ഇദ്ദേഹം സ്വന്തം താല്പര്യത്തിന് പോയി അവിടെ കരോള് അല്ലെങ്കിൽ ഈ പറയുന്ന നിങ്ങൾക്ക് അനുമതി തരില്ല എന്നൊന്നും പറഞ്ഞതല്ല എന്ന് തന്നെയാണ് നമുക്ക് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവും. കാരണം അവിടെ ഈ പറയുന്ന സിറോ മലബാർ സഭയുടെ അധ്യക്ഷനായിട്ടുള്ള മാർ റാഫേൽ തട്ടിൽ അദ്ദേഹം തന്നെ വരുന്ന സമയത്ത് തന്നെ ആ പള്ളി ഏതാണെന്ന് നോക്കി അവിടെ പോയിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നു. ആ പ്രശ്നം ഉണ്ടാക്കിയിട്ട് മറ്റ് പള്ളികളിലൊന്നും തന്നെ ഇവർ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. പോലീസ് കയറിയിട്ട് നിങ്ങൾ അവിടെ അനുമതിയുണ്ടോ എന്ന് ചോദിച്ചിട്ടില്ല. ഇദ്ദേഹം ഇവിടെ തന്നെ പോയി പ്രശ്നം ഉണ്ടാക്കിയത് ക്രിസ്ത്യാനികൾക്കിടയിലേക്ക് 1-2 സന്ദേശങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന്, നിങ്ങൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിപ്പിച്ചിരിക്കുന്നു. സാധാരണഗതിക്ക് നിങ്ങൾക്ക് എന്ത് ആഘോഷം നടത്തുമ്പോഴും അതങ്ങ് സ്വതന്ത്രമായി നടന്നു പോകുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഞങ്ങളിവിടെ ഭരിക്കുമ്പോൾ ഞങ്ങളെ കടത്തിവെട്ടി നിങ്ങൾ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ക്രിസ്ത്യാനികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫലം നിങ്ങൾ അനുഭവിക്കണം എന്നുള്ള രീതിയിൽ തന്നെ ഒരു സന്ദേശം കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ അങ്ങോട്ടേക്ക് ഈ ആഭ്യന്തര വകുപ്പിലുള്ള ആളുകൾ ചട്ടം കെട്ടി അയച്ചത് എന്ന് നമ്മൾ സംശയിച്ചാൽ എന്തെങ്കിലും തെറ്റു പറയാൻ പറ്റുമോ? ഇല്ല. അങ്ങനെയുള്ള ആരോപണങ്ങൾ പല വഴിക്ക് ഉയർത്തുന്നുണ്ട്. അങ്ങനെ ആരോപണം ഉയർത്തുന്ന ആളുകളെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഒരു SI ഒരിക്കലും പോയിട്ട് എന്ത് ചെയ്യില്ല, ഇത്തരം കാര്യങ്ങൾ അവിടെ പറയില്ല. രണ്ടാമത്തത്, അവിടെ താമസിക്കുന്ന ആ പള്ളി കോമ്പൗണ്ടിന് പുറത്ത് താമസിക്കുന്ന ആരെങ്കിലും ഇവർക്ക് പരാതി കൊടുത്തിരുന്നോ? അതായത് അവിടെ നിന്ന് വലിയ ശബ്ദം ഉയരുന്നുണ്ട്, ഇത് ഞങ്ങൾക്ക് വലിയ പ്രശ്നമാണ്, അവിടെ അനുമതി ഉണ്ടോ എന്നുള്ളത് നോക്കണമെന്ന് പറഞ്ഞ് ആരെങ്കിലും പരാതി എഴുതി കൊടുത്തിരുന്നോ ഇയാൾക്ക് അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥന് എന്നതൊരു വലിയ ചോദ്യമല്ലേ. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ആരാണ് എന്നും അവരുടെ പേരും വെളിപ്പെടുത്താൻ പോലീസ് തയ്യാറാവണം, വേണ്ടേ? കാരണം അത് ആരാണ് എന്ന് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ അവിടെയുള്ളൂ. അങ്ങനെ ആരെങ്കിലും പരാതി വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ഒന്ന് മര്യാദയ്ക്ക് അവരെ ഒന്ന് മനസ്സിലാക്കിയാൽ തീരും ഈ പ്രശ്നത്തിൻ്റെ പുറകിലുള്ള അജണ്ട അത് ആരായിരുന്നാലും. അപ്പോൾ അത് പോലീസ് വെളിപ്പെടുത്തുന്നില്ല. അതിലെ കാര്യം എന്താണ്? ഒരു പരാതിയുമില്ലാതെ പോലീസ് നേരിട്ട് ചെല്ലുന്നു. ഇവിടെ ഇതിന് അനുമതിയുണ്ടോ? അനുമതി ഓക്കെ. ഒരു ചെറിയ കരോൾ ഗാനം ആലപിക്കുന്നതിന് പള്ളി കോമ്പൗണ്ടിനകത്ത് വെച്ച് നടത്തുന്ന കാര്യത്തിനാണ് അനുമതിയുണ്ടോ എന്ന് ചോദിക്കുന്നത്. നിരന്തരമായി ഇവിടെ ഗാനമേള വെച്ച്, സിനിമാ ഗാനങ്ങൾ വെച്ച്, വലിയ ഗാനമേള സംഘടിപ്പിച്ച് തുള്ളാൻ വേണ്ടിയിട്ടല്ല അവരന്ന് അവിടെ ഒത്തുകൂടിയത്. ക്രിസ്മസ് എന്ന് പറയുന്ന ലോകത്ത് മുഴുവൻ ആഘോഷിക്കപ്പെടുന്ന ദൈവപുത്രൻ പിറന്ന ആ നാളിൽ, ആ ദിവ്യമായ ഒരു സമയം അല്ലെങ്കിൽ ആ ഒരു അതിനെന്താ പറയുക, ഒരു മുഹൂർത്തം. ആ മുഹൂർത്തത്തിൽ അവര് ഭക്തിപൂർവ്വം ആചരിക്കുന്ന ഒരു ചടങ്ങാണത്. ആ ഒരു ചടങ്ങിലേക്ക് ചെന്നുകൊണ്ടാണ് അവരുടെ മതവികാരം ഒന്നും നോക്കാതെ എല്ലാ നിയമങ്ങളും കൃത്യമായി നടപ്പിലാക്കുന്ന ഇവർ ഇത് നടപ്പിലാക്കിയത്. അതായത് ഒരു റോഡിന്റെ വഞ്ചിയൂർ കോടതിക്കും പോലീസ് സ്റ്റേഷനും ഇടയിലുള്ള റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് ഈ ശുദ്ധ തോന്നിവാസം കാണിച്ചു. ആര്? ഈ പറയുന്ന പാർട്ടിക്കാർ ഏരിയ സമ്മേളനത്തിന് വേദി കെട്ടി. അവിടെ പോലീസ് മിണ്ടാതിരുന്നു, ഒന്നും മിണ്ടിയില്ല. അവസാനം ഹൈക്കോടതിയിൽ ദേവൻ രാമചന്ദ്രൻ വടിയെടുത്ത സമയത്ത് മാത്രമാണ് ഇവർക്കെതിരെ കേസെടുത്തത്. ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ കേസെടുത്തു. എന്നിട്ട് ആ കേസ് എന്തായി അറിയില്ല. അതവിടെ നിൽക്കട്ടെ. ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒന്നും ഒരു തിരക്കുമില്ലാത്ത പോലീസിന് പാലയൂർ പള്ളിയിലേക്ക് തന്നെ കയറിപ്പോയിട്ട് അവിടെ ഇതുണ്ട് അല്ലെങ്കിൽ അവിടെ അനുമതി ഉണ്ടോ എന്ന് നോക്കേണ്ട പണിയായിരുന്നു എടുത്തിരുന്നത്. നിയമം കർശനമായി ഞങ്ങൾ അതെ അത് നോക്കാനായിരുന്നു. ചില അജണ്ടകൾ ഉണ്ടല്ലോ, നടപ്പിലാക്കണം. പക്ഷെ അജണ്ട തിരിഞ്ഞു കൊത്തുമെന്ന് ഇവർ വിചാരിച്ചില്ല എന്നുള്ളതാണ്. കരോളുമായി ബന്ധപ്പെട്ടപ്പോ പാലക്കാട് സംഭവിച്ചത് വാർത്ത കൃത്യമായി പറഞ്ഞതാണ്. പത്തനംതിട്ടയിൽ പാലക്കാട് തന്നെ മറ്റൊരു സ്കൂളിലെ കരോൾ പുൽക്കൂട് അടിച്ചു തകർത്തതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ എന്തെങ്കിലും കിട്ടിയോ? അത് കിട്ടത്തില്ല. കാരണം അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ ആരാണെന്ന് അറിയാവുന്നത് കൊണ്ട് പോലീസിന് ഒരിക്കലും അതിന്റെ നവീൻ ബാബുവിന്റെ മരണം പോലെയാണ്, ഒരിക്കലും ഒരു തെളിവുകളും കിട്ടത്തില്ല. അതിന്റെ പിന്നിൽ BJP ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ BJPയുമായി ബന്ധപ്പെട്ട വേറെ ഏതെങ്കിലും സംഘടനകളായിരുന്നുവെങ്കിൽ പോലീസിന് മുന്നേ വിവരം കിട്ടിയതിനെ അതിന് നടപടിയെടുത്തേനെ.
ഇവിടെ BJPയോ കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ എന്നുള്ളതല്ല, ഒരു മതത്തിന്റെ വികാരത്തെ വ്രണപ്പെടുത്താൻ ശ്രമിക്കുന്ന ഭരണകൂടം, അവരെ പിന്നെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ ക്രിസ്ത്യാനികൾ ജയിപ്പിച്ചത് കൊണ്ട് അവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് ഒരു തരത്തിലുമുള്ള അവരുടെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മറ്റാരുടെയോ അജണ്ട പിന്നെ നടപ്പിലാക്കാൻ അവിടെ വന്നാൽ അത് നോക്കി നിൽക്കാൻ ഒരു ക്രിസ്ത്യാനികൾക്കും കഴിയില്ല എന്നുള്ളത് തന്നെ. അതിന് കൃത്യമായി അവർ പ്രതികരിക്കുക തന്നെ ചെയ്യും. സുരേഷ് ഗോപി വിളിച്ചിട്ട് സുരേഷ് ഗോപി ആരാ രാജാവാണെന്ന് ചോദിക്കും. ആണ്, കാരണം ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധിയാണ്, ജനങ്ങളുടെ രാജാവ് തന്നെയാണ് ആ ജനപ്രതിനിധി എന്ന് പറയുന്നത്. ഇപ്പോൾ പിണറായിയെ സഹാക്കന്മാരെല്ലാം വാഴ്ത്തിക്കൊണ്ട് നടക്കുന്ന എന്തുകൊണ്ടാണ്? ഇരട്ടച്ചങ്കൻ എന്ന് പറഞ്ഞുകൊണ്ട്. ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധിയാണ്, അതുകൊണ്ടാണ് ജനങ്ങൾ സഹിക്കുന്നത് പോലും. എങ്ങനെ കൊണ്ട് പോട്ടെ, 5 കൊല്ലം എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ സഹിക്കുന്ന എന്തിനാണ്? തിരഞ്ഞെടുത്തത് നമ്മളായിപ്പോയി എന്നുള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെയാണ് സുരേഷ് ഗോപിയും. സുരേഷ് ഗോപിയുടെ മണ്ഡലത്തിൽ ഒരു പ്രശ്നം വന്നാൽ ഇടപെടേണ്ടത് MP എന്ന നിലയിൽ അദ്ദേഹത്തിന് കടമയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ആ പോലീസുകാരനെ വിളിച്ച് കാര്യം അന്വേഷിച്ചത്. എനിക്ക് തോന്നുന്നു ആ പോലീസുകാരൻ അയാൾ സംസാരിച്ച കാര്യങ്ങളെല്ലാം കൂടി ചേർത്ത് പരാതിയിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം പിന്നെ ലീവിലാണ്. ലീവ് എടുത്ത് പോയിക്കോളാൻ ആവശ്യപ്പെട്ടു എന്നാണ് നമ്മൾ കേൾക്കുന്നത്. ആവശ്യപ്പെട്ടു എന്നാണ് കേൾക്കുന്നത്. അത് നടപടി എടുക്കാതിരിക്കാനുള്ള ഒരു തന്ത്രമാണ്. തീർച്ചയായിട്ടും മറ്റേതെങ്കിലും അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട മറ്റേതെങ്കിലും സ്ഥലത്ത് ഈ പിണറായി വിജയൻ ഭരിക്കുമ്പോൾ ഈ സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ച് നാളത്തെ ഉല്ലാസയാത്ര, അത് കഴിയുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പ്രമോഷനോട് കൂടിയുള്ള സ്ഥാനക്കയറ്റം, അതാണ് ഈ സസ്പെൻഷൻ എന്നതുകൊണ്ട് പിണറായി സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഇദ്ദേഹത്തിനും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കിട്ടുന്നത്. എങ്കിലും ഒരു അജണ്ട നടപ്പിലാക്കാൻ ശ്രമിച്ച, കൊട്ടേഷൻ നൽകി BJP ക്രിസ്ത്യാനികൾക്കെതിരാണ്, ന്യൂനപക്ഷങ്ങൾക്കൊപ്പമല്ല എന്ന് പറയാൻ ശ്രമിച്ച കുറേ പേർക്കുള്ള മറുപടിയാണ് ഇതിലൂടെ എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. അല്ല, യാഥാർത്ഥ്യമാണ്. കാരണം ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ബലിയാടാക്കിക്കൊണ്ട് നടത്തുന്ന ഒരു കാര്യം മാത്രമല്ല നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഈ പറയുന്ന ഒളിച്ചു കടത്തലുകൾ BJPക്കെതിരായി കൊണ്ട് അല്ലെങ്കിൽ സംഘപരിവാറിനെതിരായി കൊണ്ട് ഇവർ ഇത് ചെയ്യുന്നു. ശരിയാണ്, ഇവരത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ പറയാം, പറയണം. അത് ആര് ചെയ്താലും പറയണം. പക്ഷെ ഇല്ലാത്ത നെറേഷൻ ഉണ്ടാക്കിയിട്ട് ഇവിടെ പറയുമ്പോഴാണ് ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്നത്. മറുഭാഗത്ത് SDPI എന്ന് പറയുന്ന സംഘടന, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയൊന്നും എന്താണ് ഒരു മോശം സംഘടനയല്ല എന്ന് ഈ പറയുന്ന UDFിലെ പ്രധാനപ്പെട്ട ഒരു കക്ഷിയുടെ നേതാവ് CP ജോൺ ഇന്നലെ അവകാശപ്പെട്ടിരിക്കുന്നു. അവരെ അങ്ങനെ മാറ്റി നിർത്തേണ്ടതില്ല എന്ന് പറയുന്നു. SDPI വന്നിട്ട് ജമാഅത്തെ ഇസ്ലാമി വന്നിട്ട് റിപ്പോർട്ടർ TVക്കൊക്കെ ഈ അഭിമുഖം കൊടുത്തിട്ട് പറയുകയാണ്, ഞങ്ങളുടെ നിലപാടേ മാറ്റിയിരിക്കുന്നു, ഞങ്ങൾക്ക് മതരാഷ്ട്രം എന്ന കാര്യമേ ഇല്ല, മൗലാന മൗദൂദിയുടെ ആശയങ്ങളല്ല ഞങ്ങൾ പിന്തുടരുന്നതെന്ന് പറയുന്നു. പിന്നെ ഇവർക്ക് ആ സംഘടന അങ്ങ് പിരിച്ചുവിട്ട് ജമാഅത്തെ ഇസ്ലാമി പിരിച്ചുവിട്ട് പുതിയൊരു സംഘടന ഉണ്ടാക്കിക്കൂടെ? അത് ഞങ്ങൾക്ക് പറ്റത്തൊന്നുമില്ല. ഞങ്ങളുടെ മാധ്യമത്തിലിരുന്ന് അടുപ്പ് കൂട്ടി ചർച്ച നടത്തുന്ന ആളുകൾ നിരന്തരമായി വർഗീയത പറയും, അതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ ഈ തരത്തിലുള്ള കാര്യങ്ങൾ പറയുകയും മുരളീധരൻ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ടായി. അതായത് ജമാഅത്തിന്റെയും SDPIയുടെയൊക്കെ പിന്തുണ ഞങ്ങൾക്ക് 2019 മുതൽ കിട്ടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അറിയാതെ പറഞ്ഞ സത്യമാണ്. അതിനിടയിൽ ചില മാധ്യമപ്രവർത്തകർ പറയുന്നുണ്ട്, ഇസ്ലാമിക ഭീകരത അല്ലെങ്കിൽ ഇസ്ലാമിക വർഗീയതയെ നിങ്ങൾ ഭൂരിപക്ഷ വർഗീയതയുമായി കൂട്ടിക്കുഴക്കരുത്, ഇത് ഏറ്റവും വലിയ വർഗീയത ഭൂരിപക്ഷ വർഗീയതയാണ് എന്ന് പറയുന്നുണ്ട്. എന്തിനായാലും വളരെ അധികം വൈകാതെ 2050 ആകുമ്പോഴേക്ക് ലോകത്ത് തന്നെ ഏറ്റവും വലിയ മതവിഭാഗമായി ഇസ്ലാം മതം വരുമെന്നും അതിന് പ്രശ്നമില്ല. അങ്ങനെ ഇസ്ലാം മതം വരുമ്പോൾ ഏറ്റവും വലിയ വർഗീയതയായിട്ട് ഇസ്ലാം വർഗീയത മാറുമെന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കണം. ഇപ്പം തന്നെ ലോകത്ത് ഏറ്റവും ഭൂരിപക്ഷ വർഗീയത എന്ന് പറയുന്ന ഏതാണ്? ലോകത്തെടുത്ത് നോക്കുമ്പോൾ ഇസ്ലാമിക വർഗീയതയാണ്. അപ്പോൾ അതിനെതിരെ പ്രതികരിക്കുന്ന ആളുകളുടെ ഇവിടെ എന്തെങ്കിലും ഒരു എന്താ പറയുക അപകർഷത്തിന് വേണ്ടി അവരവരുടെ ജിഹാദികളുടെ പണത്തിന് വേണ്ടിയൊക്കെ ഇങ്ങനെ നിന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളെ ജനങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ് ഇവർ മനസ്സിലാക്കേണ്ടത്.